ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിന്റെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു, സഖാക്കളെ നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മ തിരുത്തി വർദ്ധ വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. ഇനി അപ്പുറത്ത് വന്നല്ലോ, ഞങ്ങൾ ഒന്നും ഉണ്ടല്ലോ കേട്ടാ. ഭരണം ഇപ്പം മധുവിധ കാലല്ലേ, പുയ്യാപ്പിളാർക്ക് തക്കാരം കൊടുക്കും ഇഷ്ടം പോലെ. ഇപ്പൊ തക്കാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്താ സ്ഥിതി? ആദ്യത്തെ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 102 സീറ്റുമായി അധികാരത്തിലേക്ക് വന്നവർക്ക് ആദ്യ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 3 പേരല്ലേ മത്സരിച്ചത്? അവസാനം ചെന്നിത്തലനെ തൂഫാനാക്കി വിട്ടു. മൂപ്പറവും കൊണ്ടങ്ങ് പോയി. സതീശൻ ഇരിക്കുക, ബഹുമാനപ്പെട്ട നേതാക്കന്മാരാ, എല്ലാവരോടും വലിയ ബഹുമാന. 2 മാസം കഴിഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോകുമ്പം എന്താണ് കേരളത്തിന്റെ സ്ഥിതി? പറ.